ഹായ് ഫ്രണ്ട്സ്, മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നൊരു കൂട്ടുകറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഓണത്തിന് നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സദ്യ കൂട്ടുകറിയുടെ വീഡിയോ ആണ്. ഞാൻ ഇതിനു മുമ്പേ ഒത്തിരി ഓണത്തിൻ്റെ റെസിപ്പികളൊക്കെ ഇട്ടിരുന്നു. നിങ്ങൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത്രയും നാളും എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോകൾ കൂട്ടുകാരിലേക്കെല്ലാം ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു സദ്യ കൂട്ടുകറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ട സാധനങ്ങളാണ് ഇരിക്കുന്നത്. എല്ലാവരും സദ്യ കൂട്ടുകറി നല്ല ടേസ്റ്റുള്ളൊരു കൂട്ടുകറിയാണ്. നമുക്ക് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് 1/2 കപ്പ് കടല തലേദിവസം വെള്ളത്തിൽ ഇട്ട് നമ്മൾ കുതിർത്ത് വെച്ചതാണ്. 1 കപ്പ് ചേന, 1 കപ്പ് കുമ്പളങ്ങ വെള്ളരിക്കായ വേണമെങ്കിൽ എടുത്താലും മതി, 1 കപ്പ് ഏത്തയ്ക്ക. ഇതെല്ലാമാണ് നമുക്ക് കുക്കറിലേക്ക് ഇടാം. 1/2 കപ്പ് കടല ഇതിലേക്ക് നമുക്ക് കുക്കറിലേക്ക് ഇടാം. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഉപ്പ് 1/4 ടീസ്പൂൺ ഇട്ട് നമുക്ക് 1/2 കപ്പ് കടലയാണ്, 1 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് 3 വിസിൽ വരെ കഴിയുന്ന വരെ അടുപ്പ് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഷ്ണങ്ങളെല്ലാം ഒന്ന് ഇതേ പാനിലേക്ക് ഇടാം. തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ ആദ്യമേ നമ്മുടെ ചേന ഇട്ടു, കുമ്പളങ്ങ ഇട്ടു, ഏത്തക്കായും കൂടി ഇടാം. അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. 1 ടീസ്പൂണ് ഉപ്പുകൂടി ഇടാം. കുറച്ച് കരിയാപ്പില, എന്നിട്ട് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിത് മൂടി വെച്ചൊന്ന് വേവിക്കാം. തിളയ്ക്കുന്നിടം വരെ ഫുൾ തീയെ വെക്കുക. അത് കഴിഞ്ഞ് തിളച്ച ശേഷം നമുക്ക് തീ കുറച്ച് വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. മൂടി വെച്ച് നമുക്കൊന്ന് വേവിക്കാം. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. കടുക് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഉഴുന്ന് നല്ലവണ്ണം മൂത്ത് വന്നപ്പോൾ ഒരു 1/4 ടീസ്പൂണ് ജീരകം ഇടണം. 1/4 ടീസ്പൂണിലേക്ക് 2 പത്തലമുളക്, കരിയാപ്പില, 2 കപ്പ് തേങ്ങ. ഉഴുന്നും ജീരകവും മുളകും കരിയാപ്പിലയും മൂത്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് 2 കപ്പ് തേങ്ങ ഇട്ടു. നമുക്ക് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. നമ്മുടെ തേങ്ങയെല്ലാം നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഒരു 1/3 ഭാഗം മാറ്റി വെക്കണം. ഇതിനകത്തൊന്ന് കോരിയെടുക്കണം. ബാക്കി വന്ന തേങ്ങ 1/3 ഭാഗം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ബാക്കി തേങ്ങ ഒന്നുകൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒന്നുകൂടി ഒന്ന് നല്ലോണം ഈ ഗോൾഡൻ നിറമാകുമ്പോഴാണ് നമ്മൾ ഇത് 1/3 ഭാഗം മാറ്റി വെക്കേണ്ടത്. നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ തേങ്ങ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത ശേഷം അതിനകത്ത് ഉടനെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇടണം. നമ്മൾ ആദ്യം എടുത്തു വെച്ച ഇത് ഒരു 1/4 കപ്പ് വെള്ളത്തിനകത്തൊന്ന് നമുക്ക് മിക്സിക്കകത്തിട്ടൊന്ന് അരച്ചെടുക്കണം. ആദ്യം 1/3 ഭാഗം തേങ്ങ മാറ്റി വെച്ചില്ല, ഇത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ കഷ്ണങ്ങളെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. നല്ല ചേനയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിക്കാൻ വെച്ച കടല നമുക്ക് ഇതിലേക്ക് ഇടിക്കാം. വെള്ളത്തോടു കൂടി നമുക്കിതിലേക്ക് ഒഴിക്കാം. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കിത് മൂടി വെച്ച ശേഷം നമുക്കിത് ഉപയോഗിക്കാം. അങ്ങനെ നമ്മുടെ സദ്യ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. കടല, ഏത്തയ്ക്ക, കുമ്പളങ്ങ, കായ ഇതും കൊണ്ടാണ് ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റുള്ള കറിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ വീഡിയോ കണ്ട്
സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുത്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം.